വയസ്സായിട്ടുള്ള അമ്മമാരുടെ മെസ്സേജുകൾ വരും. നമുക്കതാണ് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജുകൾ വരുന്നതാണ് ഭയങ്കര നമ്മുടെ ആർട്ട് പണി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസർമാരും ഭയങ്കര വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും, മോനെ എന്നൊക്കെ പറഞ്ഞിട്ട്, പാട്ട് കേട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര അവന് ഈ മണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, ഈ മണ്ണിൻ്റെ ജനങ്ങൾ തന്നെ ഇഷ്ടമാണെന്നാണ്. ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കണമല്ലോ, അവൻ്റെ മണ്ണിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവനായിരിക്കണം. അത് പുള്ളിക്കാരന് മനസ്സിലാക്കി പറ്റിയത് സന്തോഷം. ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഒരു വിന്നാണ്. പക്ഷെ ഒരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആർട്ട് ആ ഒരു മേഖല വലിയ രീതിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ലൈക്ക് ഈ എന്താണ് പറയുക, ഈ ഫെയിം എന്ന് പറയുന്ന പരിപാടിയൊക്കെ കിട്ടുന്നത് നമുക്ക് ലൈക്ക് സിനിമയാണ് ഏറ്റവും വലിയ ബിസിനസ് മേഖല. അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെന്നുള്ളൂ. പിന്നെ നല്ലത് തന്നെ. സിനിമ വലിയ ഒരു ക്യാൻവാസ് തരും ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അത് നല്ലതാണ്. ഒരു പരിധി വിട്ട് ലൈക്ക് ഒരു പരിധിയിൽ സിനിമകൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾക്ക്. പിന്നെ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സ്വന്തം വർക്കിൽ ഫോക്കസ് ചെയ്ത് പണിയെടുക്കും. ആ കൾച്ചർ ആണല്ലോ വരേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇവിടെ വളരണം ഭയങ്കരമായിട്ട്. അതിന് നമ്മൾ പണിയെടുക്കണം. സിനിമ അതിനെ കുറേ സഹായിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രി തരുന്ന ഒരു ഫെയിമാണ്. അത് നല്ലത് തന്നെ. എങ്ങനെയാണ് ഇത്ര എനർജറ്റിക് ആയിട്ട് ഓഡിയൻസിനെ ത്രൂ ഔട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ പാടുന്നത്? ഇപ്പൊ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ. ആണോ? പിള്ളേരൊക്കെ പെർഫോം ചെയ്യണത് ഭയങ്കര. ഞാൻ ഡാൻസ് ആണെങ്കിലും നമ്മളെ ഡാൻസ് കളിക്കും, മൂവ്മെന്റ്സ് ഒക്കെ ആണല്ലേ? ഫ്ലോർ കയറിയതൊന്നും അറിയില്ല എന്റെ പൊന്നേജ്. അല്ല, അതെങ്ങനെയാണ് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ആ പാട്ടിനൊക്കെ ആ ഒരു എനർജിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഫ്ലോർ കയറുമ്പോൾ വേട്ടക്കരിമൻ കയറും നമ്മുടെ മേത്ത്.